സോ ഐം ജസ്റ്റ് പ്രൊലോഗിന്ന് ഞാൻ നമ്മുടെ ടോപ്പിക്കിന്റെ റെലവൻസിലേക്ക് വരാം. ബിക്കോസ് ദിസ് ഈസ് ദ റിയാലിറ്റി അറൌണ്ട് അസ്. ബട്ട് വാട്ട് ഇറ്റ്സ് ദ മീനിങ് ടു യു ഫോർ യുവർ ഫിനാൻഷ്യൽ പ്ലാനിങ്? ഒരു പോസ്റ്റ് 60s എന്ന നമ്മുടെ ഗോൾഡൻ ഏജ് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്ന ഇതില് എസ്പെഷ്യലി വൺ മേജർ challenge which we have been facing at this point of time is നമ്മൾ നമ്മുടെ സേവിങ്സിനെ ഔട്ട്ലിവ് ചെയ്യുമോ എന്നുള്ളതാണ്. ലക്ലി ദോസ് ഹു ഹാവ് പെൻഷൻ ഫ്രം ദ സ്റ്റേറ്റ്, യു വിൽ കീപ് ഗെറ്റിംഗ് ദാറ്റ്. ആൻഡ് നൗ ദ പെൻഷൻ ഈസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ്. ബിക്കോസ് ആസ് എ ഒരു എന്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. ആസ് എ സിറ്റിസൺ, ആസ് എ പേഴ്സൺ ഐ എം വെരി ഹാപ്പി. ബിക്കോസ് ഞാനിപ്പോ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതില്ല. ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് more than enough pension for their requirement. പക്ഷെ ആസ് എ സിറ്റിസൺ ഐ എം സ്റ്റിൽ വറീഡ്, ഇത്രയും അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം ദ പ്രൊഡക്റ്റീവ് ഏജ് ഈസ് ബീൻ ഗോൺ ഓൺ. സോ നമ്മൾ അവിടെ എന്തോ ഒരു ലാക്കിംഗ് ഉണ്ട്. വേർ നമ്മുടെ ഇപ്പോഴുള്ള ഈ പെൻഷൻ ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റിയിൽ യു മേ നോട്ട് ബി ഏൺ ദാറ്റ് high as that of the world currently earning. പക്ഷെ ഇന്നത്തെ മെഡിക്കൽ കോസ്റ്റ്, എഡ്യൂക്കേഷണൽ കോസ്റ്റ് ഇസ് ബീൻ ഗോൺ ലൈക്ക് എനിത്തിങ്. അപ്പോ നമ്മുടെ മേജർ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള നീക്കിയിരിപ്പിനെ നമ്മളത് എങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, എന്നാൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന രീതിയിൽ, അതായത് സേഫ്റ്റി, റെഗുലർ ഇൻകം ആൻഡ് ലിക്വിഡിറ്റി, ദീസ് ആർ ദ പ്രൈമറി ഫോക്കസ് വിച്ച് ഐ എം ജസ്റ്റ് ഗോയിങ് ടു പുട്ട് ഓൺ. അപ്പൊ അതിൽ നമുക്കൊരു മാൻഡേറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊന്നെന്ന് വെച്ചാൽ ക്യാപിറ്റൽ സേഫ്റ്റി. Because wherever you invest, first look into your principal or capital should be safe. And one of the major things, because those who don't have a regular pension, a regular income need to be kept to you. കാരണം നമുക്കിപ്പോ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു മുന്നോട്ടുള്ള റിയാലിറ്റി നോക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ്സ് വേൾഡ് വൈഡ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം സ്റ്റേബിൾ ആയി. ഇനി അവിടെ നിന്ന് കുറയാനായിരിക്കും സാധ്യത. അപ്പോ നമുക്കിനി ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ 5 മുതൽ 6% വരെ ഡെപ്പോസിറ്റ് റേറ്റ്സ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വെയർ പീപ്പിൾ ആർ ഓൾസോ ഗെറ്റിംഗ്. ബിക്കോസ് എന്തുകൊണ്ട് ഈ 5%, 6% എന്ന് വെച്ച് കഴിഞ്ഞാൽ 7% ലോൺ എടുക്കാൻ ആൾക്കാർക്ക് പറ്റും, അല്ലെങ്കിൽ 8% ലോൺ എടുക്കാൻ പറ്റും. അവിടെ നിന്നാണ് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് നടക്കുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ GDP-യുടെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നൗ ഗവൺമെന്റ് ഈസ് ബീൻ ടേക്കൺ അവേ ഓൾ ദോസ് സിസ്റ്റംസ്. ബിക്കോസ് പലരും അവർ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സുകൾ വേണ്ട, ഇപ്പൊ ന്യൂ റിഗെയിമിൽ ഒന്നും വേണ്ട, എല്ലാം കിട്ടുന്നത് പൈസ ടാക്സ് കൊടുക്കുക, ടാക്സ് റേറ്റ്സ് ആർ കംസ് ഡൗൺ. പക്ഷെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ, ബിക്കോസ് നമ്മുടെ GDP-യുടെ ഒരു ടോട്ടൽ ഇത് നോക്കുവാണെങ്കിൽ അതിന്റെ 50% വരുന്ന കൺസംഷനിൽ നിന്നാണ്. ദാറ്റ് മീൻസ് അറൌണ്ട് 4% ഗ്രോത്ത് ഈസ് ബീൻ ഗെറ്റിംഗ് ഫ്രം consumption, 2% from government spendings and household spendings. Those government spendings, household spending, I mean to say infra building, like a home building, adinte related aayittulla apartments and all those things where the people are spending. But manufacturing side il mattulladiലും private spending കുറവാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ബിസിനസ് എൻറ്റിറ്റീസ് ക്യാപെക്സ് ഇപ്പം വളരെ ജുഡീഷ്യസ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ദ ഇമ്പാക്ട് ഓഫ് AI ഈസ് ഹ്യൂജ്. അത് എത്രത്തോളം മാറ്റം വരുത്തും എന്നുള്ളതിനെ പറ്റി ഡിസിഷൻ മേക്കിങ്ങിൽ പലരും, അപ്പോൾ ആന്റർപ്രണേഴ്സ് ആർ ടേക്കിംഗ് എ ലിറ്റിൽ ബാക്ക് സീറ്റ്. ഉള്ളി റെലവെന്റ് ആയിട്ടുള്ള ടെക്നോളജീസിൽ മാത്രമേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് സോ നമുക്ക് ഒരു ടാക്സ് എഫിഷ്യൻസി ആൻഡ് ഇൻഫ്ലേഷൻ, ദീസ് ആർ ദ 2 തിങ്സ് ടേക്കിംഗ് അവർ ഇൻകം പൈ അവേ. Well, fortunately, we are in a lower inflation and lower tax regime. അപ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ ഒരു ലോ ടു മോഡറേറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ്ഡ് ഡിസിഷനാണ്. കാരണം ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അതിലും വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സാഹചര്യം എന്താണ്, നമ്മുടെ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം വേണ്ടി വരും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ആൻഡ് ഇതിന് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് എന്തൊക്കെ പാസ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള ചില തോട്ട് പ്രോസസ്സിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് വേരി വിത്ത് ദ പീപ്പിൾ. അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ വൺ സെറ്റ് സൊല്യൂഷൻ ഫോർ ഓൾ.
പക്ഷെ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഒന്ന്, നമുക്കൊരു 3 ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിനുള്ള പൈസ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിൽ ഇട്ട് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ വിൽ ഹാവ് അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമുക്കുണ്ടാവുക. ദാറ്റ് ഇസ് എ ഫ്രീഡം. ആ ഫിനാൻഷ്യൽ ലിബറേഷനിലേക്ക് നമ്മളത് പോകുമ്പോൾ, ബിക്കോസ് ഇനി അതിനെപ്പറ്റി നമ്മൾ വറി ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ അടുത്ത ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അതിനെ കുറച്ചുകൂടി ലിബറേറ്റ് ചെയ്യാന്ന് പറയാം. ബട്ട് സോ ഈ നമുക്ക് റിസ്ക് ഫ്രീ റിട്ടേൺ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നമുക്ക് റിസ്ക് എടുക്കാതെ റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രുമെന്റ് സാധാരണ സേവിങ്സ് ബാങ്ക് പറയാം, ഒരു പരിധി വരെ FD പറയാം, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, അതിനകത്ത് കുറച്ച് ഇൻട്രിക്കസീസ് ഉണ്ട്. അല്ല, ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും സാർ ഒരു റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ലാൻഡ് ഇറ്റ് ഓൾവേസ് കീപ് ചേഞ്ച്. കാരണം പ്രൈസ് മാറുന്നുണ്ടാവും, നമുക്ക് വാല്യൂഷൻ ഒക്കെ കൂടുന്നുണ്ടാവും, പക്ഷേ യു കാൺ ഗെറ്റ് ദ ലിക്വിഡിറ്റി. നമുക്കിപ്പോ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചിട്ട് ഒരു മുറി മാത്രം വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു 10 സെന്റ് സ്ഥലത്തിൽ 1 സെന്റ് സ്ഥലം മാത്രം നമുക്ക് പെട്ടെന്ന് ആവശ്യം അത്രേ ഉണ്ടാവുള്ളൂ, അത് മാത്രം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഓൾവേസ് യു വിൽ ഹാവ് എ ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ് ബാലൻസ്ഡ് ഇൻ ബിറ്റ്വീൻ. അപ്പൊ ഇതില് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ലിക്വിഡ് ഫണ്ട്സ് എന്നുള്ളൊരു ക്യാരക്ടർ ഫണ്ടുകളുണ്ട്. These are the funds which has been giving you a return as equivalent as that of an FD return. 1 ഇയറിന്റെ FDക്ക് ഇക്വലന്റ് ആയിട്ട് റിട്ടേൺ കിട്ടും. എല്ലാ ദിവസവും ഈ ഫണ്ടിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. എപ്പോ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം, പേര് പറയുന്ന പോലെ തന്നെ. ഒരു ഡേ കൊണ്ട് നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഈ ഫണ്ടുകൾ നമുക്കിടയിലേക്ക് സെല് ചെയ്യപ്പെടുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ആക്ച്വലി ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ കിട്ടാത്തതിനാൽ നമ്മളൊരു സെല്ലേഴ്സ് മാർക്കറ്റിലാണ്. പലപ്പോഴും പ്രോഡക്റ്റ് ആണ് നമുക്ക് സെല് ചെയ്യപ്പെടുന്നത്. ഓരോരുത്തരും എന്ന് പറയുന്നത് ഇത് നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ എത്രയും കിട്ടും, അല്ലെങ്കിൽ ഇത് നല്ലതാണ്. എന്തുകൊണ്ടാണ് സെല്ലേഴ്സ് മാർക്കറ്റിൽ സെല്ലറിന് എന്താണോ മെച്ചം കിട്ടുന്നത് അവർ അതേ സെല് ചെയ്യാൻ നോക്കുള്ളൂ. ദേ വിൽ നോട്ട് ബി ഗിവിംഗ് എ സൊല്യൂഷൻ ടു യു. നമ്മൾ ഒരിക്കലും ഒരിടത്തും ചെന്നിട്ട് അത്രയും ഫിനാൻഷ്യൽ നോളജ് ഉള്ളവർ മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് ഈ സാധനം വേണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് ഈ പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത് വളരെ അപൂർവമാണ്. സ്റ്റിൽ ഇൻ അവർ ജനറേഷൻ ആൻഡ് ഈവൻ അവർ യങ്ങർ ജനറേഷൻ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. നേരത്തെ പടാട്ടി സാർ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ഇനിഷ്യേറ്റീവ് വിച്ച് വി ഹാവ് ബീൻ റണ്ണിങ് ത്രൂ ഗവൺമെന്റ്, ബിക്കോസ് 2020 നീതി ആയോഗിന്റെ ഒരു പ്രപ്പോസൽ ആയിരുന്നു NCFE എന്ന് പറയുന്നത്, നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, പ്രൊമോട്ടഡ് ബൈ 4 റെഗുലേറ്റേഴ്സ്, RBI, SEBI, IRDA and PFRDA, ടു എംപവർ ഇന്ത്യ. അതായത് ഫിനാൻഷ്യലി അവെയർ എംപവേർഡ് ഇന്ത്യ, അതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ ഫിനാൻഷ്യൽ അവയർനെസ് ക്ലാസ്സസ് ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഒപ്പം കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് സ്കൂൾ മുതൽ തന്നെ കുട്ടികളെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, എങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന തട്ടിപ്പുകൾ എന്തൊക്കെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഉണ്ടാകുന്നതിലുപരിയാണ് ഇപ്പൊ നമ്മളിപ്പോ ഈവൻ റിംഗ് ടോണിലും മറ്റേതിലും എല്ലാം കേൾക്കുന്നുണ്ട് ഡിജിറ്റൽ അറസ്റ്റും മറ്റു സാധനങ്ങളും ഒക്കെ വെറുതെ ഫ്രോഡാണ്. പക്ഷെ എന്നും നമ്മൾ പത്രത്തില് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ കോടിക്കണക്കിന് രൂപകൾ ഇവന്മാർ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഇത് നമുക്കിടയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമുക്ക് എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തുള്ള പല കാര്യങ്ങളും ഇതാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഫണ്ട്സുകളുണ്ട്. ഇപ്പൊ എല്ലാവരും ഗോൾഡിന്റെയും സിൽവറിന്റെയും ഒക്കെ പറ്റി ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ദർ ആർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗോൾഡ്, നോട്ട് ഇൻ ജ്വല്ലറി ഫോം. ജ്വല്ലറി ഫോമിൽ എന്താണ് പ്രശ്നം? 30%, 25% നമുക്ക് പണിക്കൂലിയായിട്ട് പോകും, അല്ലെ? നമ്മളൊരു 3 തവണ മാറ്റി കഴിഞ്ഞാൽ ജ്വല്ലറി കോസ്റ്റ് പോയി. ബട്ട് ദർ ആർ ഇലക്ട്രോണിക് ഗോൾഡ് അവൈലബിൾ. ഇലക്ട്രോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഡ് ബൈ RBI ആൻഡ് SEBI ഉള്ളത്. നമുക്ക് ഫിസിക്കൽ ഗോൾഡിന്റെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ETFs ആർ അവൈലബിൾ, ഗോൾഡ് ഫണ്ട്സ് ആർ അവൈലബിൾ, ആൻഡ് ദർ ആർ ഫണ്ട്സ് ഇൻവെസ്റ്റിംഗ് ഇൻ ഓൾ ദീസ് തിങ്സ്. പിന്നെ നമുക്ക് ഒരു ഡിസിഷൻ, അതായത് എപ്പോഴും ആൾക്കാർ തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നെറേറ്റീവ്സ് ആണ്. മാർക്കറ്റ് അങ്ങോട്ട് പോകും, മാർക്കറ്റ് ഇങ്ങോട്ട് പോകും, അതിനിടയ്ക്ക് ചേഞ്ച് വരും, നിങ്ങളത് ഇക്വിറ്റിയിൽ നിന്ന് മാറ്റുമോ, ഡെറ്റിലേക്ക് ഇടും, ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാത്ത അതായത് ഡൈനാമിക് അസറ്റ് ലൊക്കേഷൻ ഫണ്ടുകളുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും വലിയ ഫണ്ട് HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടാണ്. ഇറ്റ്സ് ബീൻ മാനേജിംഗ് മോർ ദാൻ 25,000 crores. ആൻഡ് ദിസ് ഈസ് എ ഡൈനാമിക് അസറ്റ് ലൊക്കേഷൻ ഫണ്ട്.
അത് ഇന്റേണലി തന്നെ അതിനകത്തുള്ള ഫണ്ട്സുകളുടെ പിന്നെ ഇക്വിറ്റിയും ഡെറ്റും ആയിരിക്കും ഒരു ആവറേജ് ഡബിൾ ഡിജിറ്റ് റിട്ടേൺ. ആൻഡ് വൺ ഇൻട്രസ്റ്റിംഗ് തിങ്, ഇന്ത്യയിൽ നമുക്ക് ടാക്സ് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത് കിട്ടുന്നത് രണ്ട് മേഖലകളിൽ നിന്നേ ഉള്ളൂ. ഒന്ന് അഗ്രികൾച്ചർ ഇൻകം, സെക്കൻഡ് ഈസ് ലോങ് ടേം ഇക്വിറ്റി ക്യാപിറ്റൽ ഗെയിൻ അപ് ടു 1.25 lakhs പെർ പാൻ പെർ ഫിനാൻഷ്യൽ ഇയർ ഈസ് എക്സംപ്റ്റഡ്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഇതിനൊപ്പം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഒരു റെഗുലർ ഇൻകം, കാരണം എല്ലാവരുടെയും മേജർ വറി എന്താണ്, നമുക്കൊരു റെഗുലർ ഇൻകം എങ്ങനെ കിട്ടും ഇഫ് യു ഡോണ്ട് ഹാവ് എ പെൻഷൻ. ദർ ആർ ഓപ്ഷൻസ് കോൾഡ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമ്മളിപ്പോ SIP പറ്റി ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യാറുണ്ട് അല്ലേ. അത് നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ നമുക്ക് മാർക്കറ്റിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമുക്ക് SIP എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് SWP. ഒരു ലംസം നമ്മൾ ഇടുന്നു, എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു നമുക്ക് എത്ര വേണമെന്നുള്ളത്. കാരണം പലപ്പോഴും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പെൻഷൻ പ്ലാനുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. LIC മറ്റവരൊക്കെ വളരെ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യാറുണ്ട്, പെൻഷൻ പ്ലാനിലിടൂ, നിങ്ങളുടെ ലൈഫ് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുള്ളത്. പക്ഷേ when it comes to the reality, the amount which you have been getting, ഇത് ഡിസൈഡ് ചെയ്യുന്നത് ആ കമ്പനിയാണ്. അവർ കിട്ടുന്നത് ഒരു ഇന്ത്യയിൽ ഒരൊറ്റ ഇൻഷുറൻസ് പ്ലാൻ പോലും 6%-നും 7%-നും ഉള്ള റിട്ടേൺ തരുന്നില്ല, ഗ്യാരണ്ടീഡ് സ്കീംസിൽ ഒന്നിലും. ദാറ്റ് ഇസ് എ റിയാലിറ്റി. പക്ഷെ അവർ പ്രൊജക്ട് ചെയ്യുന്ന എന്താണ്, അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഞാൻ അതാണ് ആദ്യം സെൻസെക്സിന്റെ കാര്യം പറഞ്ഞത്. 40 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ റിട്ടേൺ 13% കോമ്പൗണ്ട് ചെയ്യുമ്പോൾ 15,000 ടൈംസ് ആണ് തന്നിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് വന്നിട്ട് പറയും നിങ്ങൾക്ക് 20 വർഷം കഴിയുമ്പോൾ 20 ടൈംസ് കിട്ടും. വേർ ദ കോമ്പൗണ്ടിങ് റിട്ടേൺ ഈസ് ഓൺലി 5%. നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട്, നമുക്കിതെല്ലാം അറിയാം, പക്ഷെ നമ്മൾ ഒരിക്കലും അത് കമ്പ്യൂട്ടറിലിട്ട് നോക്കൂല. അവർ തരുന്ന ആ ഒരു ഫിഗറിൽ നമ്മൾ ബിലീവ് ചെയ്യും. പിന്നെ മേജർ അവരുടെ പലപ്പോഴുള്ള സെയിൽസിൽ ഒരു ഫിഗർ ആയിരുന്നു നമുക്ക് കിട്ടുന്നത് ടാക്സ് ഫ്രീ എന്നുള്ളത്. പക്ഷെ ടാക്സ് എഫിഷ്യൻസി ആണ് നമ്മൾ നോക്കേണ്ടത്, റാദർ ദാൻ ടാക്സ് ഫ്രീ ഗ്യാരണ്ടി. പലപ്പോഴും നമുക്കിപ്പോ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മന്ത്ലി റിട്ടേൺ തരുന്ന സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഞാൻ അതിൽ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ട്രൈ ടു ഗെറ്റ് ഇൻ ടു സം ഓഫ് ദീസ് ഹൈ റേറ്റഡ് ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസ് ഫ്രം കേരള. കാരണം അതൊരു അസറ്റ് ബാക്ട്, ഒരു അപ്രിഷിയേറ്റിംഗ് അസറ്റിനെ ബാക്ക് ചെയ്തിട്ട്, കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഫിനാൻസിങ് കമ്പനി എന്ന് പറയുന്നത് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. ആൻഡ് ദെൻ ദി അതർ മുത്തൂറ്റ്സ് ലൈക്ക് ബ്ലൂ ആൻഡ് ദെൻ ഹലോ ഓ ശരി ഞാൻ പോകാം. ഓക്കെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് സെക്കൻഡറിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈൽഡുകൾ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ലോക്കിംഗ് ഒരു മേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിബഞ്ചേഴ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും, കയ്യിൽ വെക്കുന്നുണ്ടാവും, അതിൽ നമുക്ക് ഇത് കിട്ടും. പക്ഷെ അതിൽ തന്നെ നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പൈസക്ക് ആവശ്യമുള്ളവർ വിറ്റുപോകും. അപ്പോൾ ഈ ലാൻഡുകൾ ചിലപ്പോൾ നമുക്ക് നല്ല ഡീല് കിട്ടുന്നത് അങ്ങനെയാണ്. എമൗണ്ടിന്റെ റിക്വയർമെന്റ് ഉള്ള ആൾക്കാർ സെല് ചെയ്യുമ്പോൾ നമുക്കത് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റും. സോ വേർ വിൽ ഗെറ്റ് എ ഹയർ ഈൽഡ്. അപ്പോൾ അതായത് കൂപ്പൺ റേറ്റ് 9%-നുള്ളതിന് ചിലപ്പോൾ നമുക്ക് 10%-ന് കിട്ടാം. അത് എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഐ എം നോട്ട് ടച്ചിങ് ഓൺ ദിസ് ഇസ് വൺ എക്സാമ്പിൾ. ഇത് മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ, നമ്മൾ ഇവിടെ ഉള്ള ബ്ലൂ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ്, അവരിറക്കിയ 9.5 ആയിരുന്നു അതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ MFCL 16/7/27 എന്ന് പറയുന്നത് 2027 ജൂലൈയിലാണ് ഇത് മെച്യൂർ ആവുന്നത്. ദിസ് ഇസ് എ ക്യുമുലേറ്റീവ് ഓപ്ഷൻ. ഒരു ഓപ്ഷൻ മീൻസ് ഇൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഇല്ല, ഓൺ മെച്യൂരിറ്റിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ലിസ്റ്റഡ് NCD ആണ്. ജൂലൈ 2025 അവരത് ഇറക്കിയത്. ഇപ്പൊ 2 വർഷം കൊണ്ട് 9.5% പലിശ നമുക്ക് ആ എമൗണ്ടിന് കിട്ടുന്ന ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഇത് അവർ ഇറക്കിയത് 1000 രൂപയ്ക്കാണ് ഫേസ് വാല്യൂ. ഇതിന് ട്രേഡ് കണ്ടോ 951 വരെ നടന്നിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡ് വാസ് 996. അതായത് 1 വർഷം കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ജൂലൈയിൽ ഇറക്കിയതിനെ 1 വർഷം കഴിഞ്ഞ ശേഷവും 1000-ന് താഴെ കിട്ടുന്നുണ്ട്. ദിസ് ഇസ് എ ഡിസ്കൗണ്ടഡ് ഡീൽ. അപ്പൊ ഇതുവഴി നമ്മൾ വാങ്ങിയാലും നമുക്ക് YTM സംവെയർ ക്ലോസ് ചെയ്യും. അതായത് ഈൽഡ് 1% കൂടെ എക്സ്ട്രാ കിട്ടും. 10% കിട്ടാനുള്ള ഓപ്ഷനാണ്. ഇത് സെക്കൻഡറിയുടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി. യു ക്യാൻ സീ ദിസ് ഈൽഡ് വിൽ ബി മച്ച് ഹയർ.
ഇത് 9.44% തരുന്ന 2028 മെച്ചറാവുന്ന ഒരു ആനുവൽ കൂപ്പൺ പേപ്പറാണ്. എന്ന് വെച്ചാൽ ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പൊ ഇതിന് അടുത്ത ഇൻട്രസ്റ്റ് ഈ വർഷം കൊടുത്തു കഴിഞ്ഞു. കാരണം ഫസ്റ്റ് നവംബറിന്റെ പേയ്മെന്റ് കഴിഞ്ഞു. അടുത്തത് 2026 ഇത് വരുന്നത്. 9.44 കൂപ്പൺ, ഫേസ് വാല്യൂ 1000. പക്ഷെ ഇത് ട്രേഡ് ചെയ്യുന്നത് 985 അത് 1000 ഇത് നമുക്ക് 15 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 10% മുകളിൽ കിട്ടും. ഇതിപ്പോ ഇതുപോലെയുള്ള പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. സോ വൺ തിങ് യു നീഡ് ടു ലുക്ക് ഇൻ ടു ഇൻവെസ്റ്റിംഗ് ഇൻ NCD നമ്മുടെ മറ്റുള്ള ബാങ്ക് FD പോലെ അല്ല. കാരണം ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് കൈമാറ്റം ചെയ്യാം, ലിക്വിഡിറ്റി ഉണ്ടാവും, നമുക്ക് മാർക്കറ്റിന്റെ മെച്യൂരിറ്റി വരെ വെയിറ്റ് ചെയ്യണ്ട. പക്ഷെ അതിൽ നോക്കുമ്പോൾ അവരുടെ ഗ്രോസ് NPA നോക്കുക, 5% താഴെയാണോ എന്നുള്ളത്, ആ കമ്പനികൾ ഹൈ ലിവറേജ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. റേറ്റിംഗ് ഹയർ റേറ്റിംഗ് ഉള്ളതിലുപരിയായിട്ട് റേറ്റിംഗിൽ ഡൗൺ ഗ്രേഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഏറ്റവും ഹയസ്റ്റ് AAA ആണ്. പക്ഷെ AAAയിലുള്ള കമ്പനികളൊക്കെ 7% തരുള്ളൂ. അപ്പൊ നമുക്ക് Aയിലോ AA ആയിരിക്കും ബെറ്റർ റിട്ടേൺ കിട്ടുക. അവിടെ ഡൗൺ ഗ്രേഡ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ ലെൻഡിങ് ഏത് തീറിലാണ്. അപ്പൊ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്നതാണ് ഗോൾഡ് ലോൺ ഫിനാൻസിങ് കമ്പനീസ് ഫ്രം അവർ ഓൺ ലാൻഡ് ആർ ബീൻ കളക്ടിങ് എ ലോട്ട് ഓഫ് മണി. ഞാൻ ഇതിലൊന്നും ടച്ച് ചെയ്യുന്നില്ല, ബിക്കോസ് എവറിബഡി നോസ് ഓൾ ദീസ് തിങ്സ്. ബിക്കോസ് സീനിയർ സിറ്റിസൺ ഇൻവെസ്റ്റ്മെന്റ് സ്കീം, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻവെസ്റ്റ് സ്കീം, സീനിയർ സിറ്റിസൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഒരു ചെറിയൊരു സജഷൻ ആയിട്ട് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് സംതിങ് ആൻ അസറ്റ് അലോക്കേഷൻ വെർ യു ക്യാൻ ബി, ബിക്കോസ് വെൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, നിങ്ങളുടെ അലോക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു 70% വരെയൊക്കെ നിങ്ങൾക്ക് ഫിക്സഡ് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യുക. ഹൈബ്രിഡിൽ റിമൈനിങ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഇക്വിറ്റി ആവാം. ഇപ്പോ ഒരു മേജർ ഇൻട്രസ്റ്റിംഗ് തിങ്, ബിക്കോസ് ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഹൈ ഇൻവെസ്റ്റ്മെന്റ് കമ്മിങ് ടു ഇക്വിറ്റി, ബിക്കോസ് നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി ഈസ് ഓൾസോ റിസ്ക്. ബിക്കോസ് മറ്റുള്ള പല അവന്യൂസും ഒരു മീനിങ് ഫുൾ റിട്ടേൺ തരാതെ വരുമ്പോൾ, ഇപ്പോൾ റീസെന്റ് ഗോൾഡ് സിൽവർ ഒക്കെ ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നോട്ട് ഹാപ്പനിങ് അക്രോസ് എവറി ടൈം, ബിക്കോസ് അവിടെ ഒരു ന്യൂ ആനിമൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് കമ്മിങ് ഇൻ ഗോൾഡ്. ദിസ് ഇസ് ദ കൺട്രി. സെൻട്രലൈസ്ഡ് ബാങ്ക്സുകൾ ഹ്യൂജ് ആയിട്ട് അമേരിക്കൻ ട്രഷറി എന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മാറ്റി തുടങ്ങിയപ്പോഴാണ് ഗോൾഡിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയത്. അത് പക്ഷേ along with that silver is getting into EV applications and other way around. So അവിടെ എന്താ സ്കേഴ്സിറ്റി ഓഫ് ഡിമാൻഡ് ആണ് അതിനെ പുഷ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് റവന്യൂ നോക്കാൻ പറ്റില്ല. വി ഹാവ് ടു ഡു എ ഡൈവേഴ്സിഫിക്കേഷൻ. ആൻഡ് വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു നിങ്ങളുടെ ഒരു ലെഗസി ട്രാൻസ്ഫർ, ഹൗ ദ സക്സഷൻ ആൻഡ് എസ്റ്റേറ്റ് പ്ലാനിങ്. എസ്റ്റേറ്റ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ അതിനെ പുറത്ത് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഈ നമുക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ലാത്തതിനാൽ നമുക്കത് ഒരു ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം. അപ്പൊ അതിലുള്ള ക്ലാരിറ്റി, കംപ്ലയൻസ് ആൻഡ് നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ജസ്റ്റ് വാണ്ട് ടു ടച്ച്. വൺ ഇമ്പോർട്ടന്റ് തിങ്, ബിക്കോസ് എവറിബഡി ആഫ്റ്റർ 60 അല്ലെങ്കിൽ 60 ആവണമെന്നില്ല, വെൻ യു ഹാവ് ഇനഫ് വെൽത്ത്, യു നീഡ് ടു തിങ്ക് ഓൺ ക്രിയേറ്റിംഗ് എ വിൽ ഫോർ യു. ഇൻ ആബ്സെൻസ് ഓഫ് എ വിൽ ഇറ്റ് വിൽ ബി chaos. കാരണം നമ്മളാരും ചിരഞ്ജീവികളല്ല. നമുക്ക് ശേഷം നമ്മുടെ assets will it be get transferred to the people or intended way എന്നുള്ളത് നോക്കുന്നതാണ് മേജറായിട്ട് ചെയ്യേണ്ടത്. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റ് ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയുണ്ട്? റിയൽ എസ്റ്റേറ്റ്, ബാങ്ക്, FDs, മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ, ജ്വല്ലറീസ്, വർക്കുകൾ, ഇപ്പൊ നമ്മുടെ ക്രിപ്റ്റോ, അങ്ങനെയുള്ള കുറെ അഡീഷണൽ ഡിജിറ്റൽ സാധനങ്ങളും വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ബെറ്റർ ഒരു ബാരിസ്റ്റർ, ഒരു അഡ്വക്കേറ്റിനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്, ഒരു എക്സിക്യൂട്ടറായിട്ട്. ഇറ്റ് ക്യാൻ ബി എ ഫാമിലി മെമ്പർ, ഫ്രണ്ട്. ബേസിക്കലി സിൻസ് വി ഹാവ് എ ഗുഡ് കണക്ടിവിറ്റി within our family friends in 85 batch, because batchmates are one of the best mates. നമുക്ക് ആരോടും എപ്പോഴും ഒരു ഇടപാട ബന്ധമുള്ളതും നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്നതുമായിട്ടുള്ള എന്ന് പറയുന്നത് എപ്പോഴും നമ്മളോടൊപ്പം പഠിച്ചവരാണ്. അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്തിട്ട് അവരെ ഒരു എക്സിക്യൂട്ടറായിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, റാദർ ദാൻ റിലയിങ് ഓൺ സം തേർഡ് പാർട്ടി അഡ്വക്കേറ്റ്. സോ
try to do that. Along with that, define beneficiaries. കാരണം നമുക്കൊരു അസറ്റ് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ അവയുടെ ഒരു വേഗ് ലാംഗ്വേജ് കൊടുക്കുക, റിമൈനിങ് ഗോസ് ടു മൈ ചിൽഡ്രൻ ഈക്വലി എന്ന് പറയുന്നതിന് പകരം ഏതൊക്കെ അസറ്റ്സ് എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതിന്റെ സ്പെസിഫിക്സ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ലീഗൽ ബാറ്റിൽസും കാര്യങ്ങളും ടെൻഷൻസും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് റൈറ്റ് എ ഡ്രാഫ്റ്റ്, ഇൻക്ലൂഡ് യുവർ സ്പൗസ് ആൻഡ് കിഡ്സ് ഇൻ ടു ദാറ്റ്. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ഡിസ്കഷനിലൂടെ അതൊരു ഇതായിട്ട് പോയി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇത് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. ആൻഡ് എക്സിക്യൂഷൻ അപ്പൊ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ 2 വിറ്റ്നസും കൂടെ വെക്കണം. വിറ്റ്നസ് ഷുഡ് നോട്ട് ബി യുവർ ഫാമിലി മെമ്പർ, അതോ ബെനിഫിഷ്യറീസോ സ്പൗസോ ആവാൻ പാടില്ല. പിന്നെ എപ്പോഴും ഇതൊന്നെ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം അതിൻ്റെ ഒരു ലീഗൽ വാലിഡിറ്റി കിട്ടും. ചെറിയൊരു നോമിനൽ രജിസ്ട്രേഷൻ ഫീസേ ബില്ലിന് വരുന്നുള്ളൂ. സോ ട്രൈ ടു ഡു ദാറ്റ് ആൻഡ് കീപ് ദാറ്റ് ഇൻ എ സേഫ് സ്റ്റോറേജ്. നമുക്ക് എല്ലാവർക്കും ലോക്കറോ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതിനെ തന്നെ ഒരു ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഒരു ഇതിൽ വെക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഒരു 2 കാര്യങ്ങൾ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. നോമിനേഷന് നമ്മളിപ്പോൾ എല്ലാവരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വളരെ ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട്. അൺക്ലെയിംഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളും വാല്യൂസും പലയിടത്തും ഇപ്പോൾ കാരണം കേരളത്തിൽ മാത്രം 81,000 crore അസറ്റ്സ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ ബാങ്ക് ഡെപ്പോസിറ്റ്സും മ്യൂച്വൽ ഫണ്ട്സിലുമായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ആബ്സെൻസ് ഓഫ് നോമിനേഷൻ ആണ്. പക്ഷേ ഒരു കാര്യം നോക്കുക, നോമിനേഷൻ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ മാത്രമാണ്, ഓണർഷിപ്പ് അല്ല. ഒരു നോമിനി ലീഗൽ ഹയർ അല്ല. അപ്പൊ നോമിനിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് കൊടുക്കണം. ബില്ലിൽ പറയുന്നതാണ് ഫൈനൽ ഓണർ. ദാറ്റ് വിൽ ബി എ ബെനിഫിഷ്യറി ഓഫ് ആൻ അസറ്റ്. ഇതിന്റെ സ്കോപ്പ് എല്ലാത്തിലും വരും, മൂവബിൾ, ഇമ്മൂവബിൾ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ, ഡിജിറ്റൽ, എവറി അസറ്റ്സ്. ആൻഡ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് വിൽ ഓവർ റൈറ്റ് നോമിനേഷൻ. ഇപ്പോ നോമിനേഷൻ നമുക്ക് കുറെ പേരുടെ പേരിലൊക്കെ കൊടുക്കാം, പക്ഷെ റദർ ദാൻ ദാറ്റ് adding too many nominee, stick on with the one nominee, but create a goodwill. അപ്പോൾ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ഡിജിറ്റലൈസ്ഡ് ഇറയിൽ ആയതുകൊണ്ട് നമുക്ക് അതിന്റെയൊക്കെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കാനും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ അലൈൻ യുവർ നോമിനി വിത്ത് ദ വില്ലിന്റെ ബെനിഫിഷ്യറി ആയിട്ട്. കാരണം വേറൊരു നോമിനി വെച്ചിട്ട് പിന്നെ ഒരു വില്ലില് വേറൊരു ബെനിഫിഷ്യറി വയ്ക്കുന്നത് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ക്യാവസ്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും സിമിലർ ലൈനിൽ പോകുന്നതായിരിക്കും നല്ലത്. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇതിപ്പോ ഞങ്ങൾ വളരെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അടുത്ത ജനറേഷൻ ഈസ് ബിക്കമിങ് മൾട്ടി നാഷണാലിറ്റി, മൾട്ടി എഥനിസിറ്റി. കാരണം പലരും പലയിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അവരെ കല്യാണം കഴിക്കുന്നത് വേറുള്ള രാജ്യക്കാരെ ആവുന്നു. അവരുടെ കുട്ടികൾ പലപ്പോഴും നമ്മുടെ സോ കോൾഡ് ഫിസിക്കൽ അസറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കീപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഒരു ഏജ് ഓഫ് തോട്ട് ഉണ്ട്, ലാൻഡ് ആൻഡ് ഗോൾഡ് വിൽ ബി ബെറ്റർ ടു കീപ്പ് ഇൻ ഫിസിക്കൽ. പക്ഷേ വേൾഡ് ഈസ് ചേഞ്ചിങ്. ഇപ്പോ നമ്മുടെ അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾ അവര് നമ്മുടെ വസ്തുവിന്റെ അതിരെവിടെയാണ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴി ഏതാണ് എന്ന് പോലും തിരിച്ചറിയാത്ത ആൾക്കാരുണ്ടാവും. ആൻഡ് ദേ നെവർ കെയർഡ് അബൌട്ട് കമ്മിങ് ഓവർ ഹിയർ ആൻഡ് ക്ലെയിം ദാറ്റ്. സോ ആ ഒരു സിസ്റ്റത്തിലാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഐഡിയലി ലിക്വിഡേറ്റ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ് ആസ് എ ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് മാർക്ക് ദം. കാരണം അതിന്റെ അവിടെയും വേറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം ഒരു പല രാജ്യങ്ങളിലും മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് $10,000 മുകളിൽ അസറ്റ്സ് പുറത്തുണ്ടെന്ന് അവർ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അവർക്ക് അവിടെ പെനാൽറ്റി വരും. സോ ഡു ദാറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദം. അല്ല നമ്മൾ ചുമ്മാ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും എഴുതി വെച്ചു അവര് പിന്നീട് അതിന്റെ അനുഭവിക്കാൻ പറ്റാതായി വരരുത്. ആൻഡ് വൺ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ബിക്കോസ് വി ആർ ഇൻ എ ഡിജിറ്റൽ വേൾഡ്, നമ്മുടെ ഡിജിറ്റൽ ലെഗസി അത് പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒന്ന് മേജർ കാര്യം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ ആക്സസ്. റീസെന്റ് വൺ ഇമ്പോർട്ടന്റ്, ഐ എം ജസ്റ്റ് റിക്കോർഡിംഗ്, വൺ ഓഫ് അവർ seniors passed away. He struggled through his cancer, surviving. പുള്ളി ഇതെല്ലാം ഉണ്ടായിരുന്നു. And he's been seeing, he's thinking. പക്ഷേ പുള്ളി ഉപയോഗിച്ചിരുന്ന ഐഫോണിന്റെ
പാസ്വേഡ് എന്ന് പറയുന്നത്, പാസ്വേഡ് അല്ല, അതിന്റെ ആക്സസ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഫേസ് ഐ ഡി ആയിരുന്നു. And how will we recover the data after your face is been gone? So don't do that. Whenever you are facing such kind of a thing, അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വില്ലിൽ പോയി പാസ്വേഡ് എഴുതി വെക്കരുത്. So that's what I'm saying. Because do not put your passwords in your will. But നമുക്കത് വളരെ, നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ സ്പൗസ്, നമ്മുടെ കിഡ്സ്, അവർക്ക് ഇതൊന്നും ചെയ്യാം. പിന്നെ മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡീസ് പലർക്കും കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ പല കമ്മ്യൂണിക്കേഷൻസും വരുന്നത് OTP ആണ്, അല്ലേ? നമ്മുടെ ഫോണ് നമുക്ക് ശേഷവും ജീവിക്കും. അപ്പൊ അത് എൻഷുർ ചെയ്യുക, അതിന്റെ ആക്സസ് വേറൊരാൾക്ക് കൂടെ കിട്ടുന്ന രീതിയിലേക്ക് കൊടുക്കുക. അതർവൈസ് സം ഓഫ് ദ ഫിനാൻഷ്യൽ അസറ്റ്സ് മേ നോട്ട് ബി ഏബിൾ ടു ആക്സസ്. ബാങ്കിൽ ചിലവൻ പറയും അത് നിങ്ങളുടെ ഇത് OTP എടുത്താലേ മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ ഇമെയിൽ മാറ്റണമെങ്കിൽ പഴയ ഇമെയിലിലേക്ക് ഒരു OTP വരും, അത് നമ്മൾ കൊടുക്കണം. സോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആൾക്ക് നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ ഹയർ ദേ ആർ ഔട്ട്സൈഡ്. ഇവർ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നൊരു 15 ദിവസമോ 20 ദിവസം ആയിരിക്കും. ഇതിനകത്ത് ഇവർ ഈ ലോകം മുഴുവൻ ഓടി നടന്നതെല്ലാം കൂടെ ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ എനർജി അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ വളരെ വിലപിടിപ്പുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ ഇതായിട്ടാണ് നമ്മൾ കെയർ ചെയ്യുന്ന സാധനങ്ങൾ ചിലപ്പോൾ ആർക്കും ഉപയോഗില്ലാതായി പോകും. സോ ദാറ്റ്സ് വൈ തിങ്ക് ട്രാൻസ്ഫറിങ് യുവർ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അത് ഫിനാൻഷ്യൽ ക്രിപ്റ്റോ വാലറ്റ്സ് ആവാം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്സിന്റെ ആവാം. ഇത് നമ്മളൊരു പണ്ട് കാരണം നമ്മുടെ എന്റെ ഒരു ജനറേഷന് മുമ്പുള്ള പേരൻസുമായിട്ട് പോലും ഇപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ വളരെ ഡിസ്കസ് ചെയ്യാറില്ല. കാരണം നമുക്ക് എന്തുണ്ട് എന്നുള്ളത് വേറൊരു വ്യക്തിയോട് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു ടാബു സബ്ജക്റ്റ് ആണ് കണ്ടിരുന്നത്. കാരണം നമ്മൾ ഒരു ചൊല്ലുണ്ട്, വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോടും. കാരണം അത് ഡിസ്ക്ലോസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സ്പൗസിനോടും ചെയ്തു പോവുക. ഒപ്പം അതൊരു പാർട്ട്ണർഷിപ്പ് പോലെ കൊണ്ടുവരിക. ആൻഡ് ഇൻവോൾവ് പീപ്പിൾ ഹൂം യു ട്രസ്റ്റ് വിത്ത് ടു ബിൽഡ് ഓൺ. കാരണം ഈ ഡിജിറ്റൽ അസറ്റ്സ് ലോസ് ചെയ്താൽ റിക്കവർ ചെയ്യാൻ പാടാണ്. സോ ആ ഒരു ഇത് ഡയലമ ഉണ്ടാവാതെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ നോക്കുക, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാം, വൺ വിൽ ഷുഡ് ബി റിട്ടൺ, സൈൻഡ് ആൻഡ് വിറ്റ്നസ്ഡ്. വിറ്റ്നസ് ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പറും നമ്മുടെ സ്പൗസ് ആവരുത്. ആൻഡ് നോമിനേഷൻസ് നമ്മൾ റിവ്യൂ ചെയ്യുക, അത് ബില്ലുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാക്കുക. ആൻഡ് ഡിജിറ്റൽ പ്ലാൻ, നമുക്കൊരു ഇൻവെന്ററി എന്തൊക്കെയാണെന്നുള്ളതിന് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത്, കാരണം ഇന്നത്തെ കാലത്ത് ക്ലൗഡിൽ കീപ്പ് ചെയ്യാം, അത് ആവശ്യമുള്ളപ്പോൾ മാറ്റാം. അതിന്റെ എക്സിക്യൂട്ടർ അഗെയിൻ സജസ്റ്റിംഗ് ഇറ്റ് ഷുഡ് ബി വിത്തിൻ യുവർ ഫ്രണ്ട് സർക്കിൾ, ദോസ് ഹു യു ട്രസ്റ്റ്. അപ്പൊ ഇതുപോലെയുള്ള കൂട്ടായ്മകളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടാവും, അതിലേക്ക് നമ്മളത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് വാട്ട് ദ കമ്മ്യൂണിക്കേഷൻ. ഡിസ്കസ് ദ പ്ലാൻ വിത്ത് ദ എക്സിക്യൂട്ടർ ആൻഡ് ദ കീ ഫാമിലി മെമ്പേഴ്സ് ടു അവോയ്ഡ് സർപ്രൈസസ്. പലരും എല്ലാവരും ഇത് വച്ചേക്കും, അവസാനം നിമിഷം പറയാം, ഇത് ഞാനിപ്പോ പറയുന്നില്ല. ബട്ട് ദാറ്റ്സ് ക്രിയേറ്റിംഗ് കോസ്. നമുക്ക് ശേഷം നമുക്ക് വേണ്ടിയിട്ട് വേറുള്ളവരുടെ അടികൂടുന്നതിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് ഇപ്പൊ ഇന്ത്യയിലെ ഒരു കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് പോയിന്റ്, ഐ എം ജസ്റ്റ് ടച്ചിങ് ഓൺ ദ ടാക്സേഷൻ. ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല. അണ്ടർ സെക്ഷൻ 56(2) എന്ന് പറയുന്ന IT ആക്ട് പ്രകാരം നമുക്ക് ടാക്സ് ന്യൂട്രൽ ആണ്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് മറ്റത്. പക്ഷെ അത് കിട്ടുന്നയാള് പിന്നെ അത് എപ്പോഴും സെല്ല് ചെയ്യുന്നോ അതിന്റെ ബേസിസിലാണ് അവർക്ക് ടാക്സ് വരിക. ആൻഡ് ടാക്സ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇനിഷ്യൽ പേഴ്സൺസ് ആക്ട്. ഇപ്പൊ നമ്മുടെ ലാൻഡ് ആണെങ്കിൽ അത് ഒറിജിനൽ ഓണർ അക്വയർ ചെയ്ത ആ ഡേറ്റും റേറ്റും തന്നെ ആയിരിക്കും നമ്മൾ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്ക് ആപ്ലിക്കബിൾ ആവും. നമ്മൾ മലയാളത്തിൽ ധനനിശ്ചയാധാരം എന്ന് പറയും, ലാൻഡിന്റെ ഒക്കെ കേസിൽ എഴുതുകയാണെങ്കിൽ അതിന് 1% ഓഫ് ദി കറണ്ട് ഫെയർ വാല്യൂ ആണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവരുടെ പേരിൽ കരമടച്ച് എടുക്കാൻ പറ്റും. സോ റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ us to റൈറ്റ് ഓൺ ദ വിൽ ആൻഡ്. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശേഷം ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇവര് ഇന്ത്യയിലല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇന്ത്യയിലാണെങ്കിൽ പോലും. കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയിലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ മക്കളെ മറ്റുള്ള ആരെങ്കിലും നമ്മൾ എത്ര സമയം കാണുന്നുണ്ട്? കാരണം ദേ ആർ മോസ്റ്റ്ലി ഇൻ ദയർ ഓൺ വർക്ക് ഡൊമൈൻ. അപ്പൊ ഇതില് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ നമുക്കൊരു ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ, ഇത് നമ്മള് വില്ലേജ് ഓഫീസറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് രണ്ട് ആളുകളെയും കൊണ്ട് വിറ്റ്നസ് ചെയ്ത് ഇത് ചെയ്ത് ദെൻ ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത്, എന്നിട്ട് ലീഗൽ ഹയർഷിപ്പ് ആർക്കൊക്കെയാണോ ഉള്ളത് അത് ഓരോ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ആരൊക്കെയാണോ അതിന്റെ ലീഗൽ ഹയേഴ്സ് എന്നുള്ള അതിന്റെ സർട്ടിഫിക്കേഷൻ വന്ന് ഇതും കൊണ്ടുപോയി നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് മ്യൂട്ടേഷൻ ചെയ്ത് പിന്നെ കരമടച്ച് ഇതൊക്കെ എടുക്കാൻ പറയുന്നത് വലിയ മെനക്കെട്ട പണിയാണ്. അതിനേക്കാളും നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് ഡു ദാറ്റ്. These are the some important thing which you need to do when you are golden age. So documentations are required. ഈ ഡോക്യുമെന്റേഷൻസ് അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് വരും. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഇത്രയും ഉണ്ട്, അതിന്റെ നോമിനി ഇന്നയാളാണ്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇത്ര ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഇപ്പൊ നമുക്കത് കുറെ ലോങ് ടൈം അസറ്റ്സ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് അവർക്ക് അവരുടെ ഏർലി ഇതായിട്ട് വരുമല്ലോ. പിന്നെ അത് ലോങ് ടൈം ആയിട്ട് ടാക്സേഷനിൽ വരും. പിന്നെ നോൺ റിലേറ്റീവ്സിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 50,000 മുകളിൽ ഉണ്ടാണെങ്കിൽ അതിന് പിന്നെ ടാക്സേഷൻ ആണ്. സോ ഓൾവേസ് തിങ്ക് ഓൺ നോൺ റിലേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ മാത്രമല്ല, സ്പൗസസിന്റെ ബ്ലഡ് റിലേറ്റീവ്സും നമ്മുടെ റിലേറ്റീവ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ അനദർ തിങ് വിച്ച് ഇമ്പോർട്ടൻ്റ്ലി, നമ്മൾ ഒരു ഫിലോന്ത്രോപ്പിക് പോയിന്റില് ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ഗോൾഡ് വെയർ സംതിങ് വിച്ച് യു ക്യാൻ ഓൾസോ തിങ്ക് അറൌണ്ട്. സോ കീപ്പിംഗ് ഡൊണേഷൻസ് ആൻഡ് ഓൾസോ വോളണ്ടിയറിസം ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ സൈബറിലേക്ക് മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം അതാണ്. ബിക്കോസ് ഈസ് യൂസിങ് ഹിസ് ടൈം ആൻഡ് സ്കിൽസ് ടു, ആൻഡ് എസ്പെഷ്യലി ലബസറിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ബിക്കോസ് യു ഹാവ് ബീൻ സ്റ്റിൽ തിങ്കിങ് ആൻഡ് ജനറേറ്റിംഗ് ദാറ്റ്, ട്രാൻസ്ഫറിങ് യുവർ എക്സ്പെർട്ടൈസ് ടു ദി അതേഴ്സ്. അപ്പൊ അതില് കമ്മ്യൂണിറ്റി സർവീസിൽ ആവാം, നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കുന്നതിലാവാം, നമ്മുടെ ഓൺടർപ്രണേഴ്സിനെ മെന്റർ ചെയ്യുന്നതിലാവാം. ആൻഡ് ഓൾസോ ഇപ്പം ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ലെഗസി ആയിട്ട് ധാരാളം ബുക്കുകളും അല്ലെങ്കിൽ ചിലപ്പോൾ ആരും യൂസ് ചെയ്യാത്ത ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ട്രൈ ടു ഗിവ് ഇറ്റ് ആസ് എ ഡൊണേഷൻ. നമ്മുടെ ഒരു, കാരണം നമുക്ക് ശേഷം ഇതെല്ലാം കൂടെ ആൾക്കാർ പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് പകരം വി ക്യാൻ ഡു ദാറ്റ്. ആൻഡ് സപ്പോസ് സം ഓഫ് ദി മെഡിക്കൽ എക്യുപ്മെന്റ്സ് വിച്ച് യു ആർ യൂസിങ്, ആഫ്റ്റർ യുവർ യൂസേജ് യു ക്യാൻ ഗിവ് ദാറ്റ് ടു സംബഡി. സോ ഡിജിറ്റൽ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ റീഫർബിഷ് ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ചിന്തിക്കാം. ആൻഡ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി സംതിങ് അൺയൂസ്ഡ്, നമുക്കത് യൂട്ടിലിറ്റി പർപ്പസിലേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളത് പറ്റി ചിന്തിക്കാം. ആൻഡ് യു ഹാവ് ഓൾസോ റൈറ്റ്സ് ബിക്കോസ് നിങ്ങളുടെ ഈ 85 ബാച്ച് വിച്ച് ഐ എം സ്റ്റിൽ congratulating you because you are one of the most vibrant batch among the people who then get connected and staying in. That is one of the most important thing. പിന്നെ അതിന്റെ എൻവയോൺമെന്റൽ കോസ്റ്റിലേക്ക് വരണം, അതൊക്കെ ജസ്റ്റ് സംതിങ് വിച്ച് ഇസ് ബീങ് ലുക്ക് ഇൻടു. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് പാർട്ട് because 6:30 is the time which has been given to me, and this is something which you need to look into because understanding നമ്മുടെ ഇൻകം ഗെയിൻ ആൻഡ് ടാക്സ് ഹാർവെസ്റ്റിംഗ്. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം നമുക്ക് പല മോഡിൽ വരുന്നതിനെ പല രീതിയിലാണ് ടാക്സ് ചെയ്യുന്നത്. നമുക്ക് പെൻഷൻ, സാലറി അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് വരും. അത് നമ്മുടെ പാർട്ട് ഓഫ് ഇൻകം ആയിരിക്കും. ഇപ്പോൾ ലക്ലി വി ഗോട്ട് എ ടാക്സ് ബെനിഫിറ്റ് അപ് ടു 12 lakhs is been exempted from paying tax. So that's a huge change for people in the senior citizen level because there is no definition as a senior citizen, but 12 lakhs has been exempted. And if you are two, including your spouse, 24 lakhs is being റെഗുലർ ഇൻകം ആണെങ്കിൽ, പാർട്ട് ഓഫ് ഇൻകം ആണെങ്കിൽ, പെൻഷൻ ഇൻകമോ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ആണെങ്കിലും അതൊന്നും ടാക്സിന്റെ സ്ലാബിലേക്ക് ഇനി ടാക്സബിളിലേക്ക് വരത്തില്ല. പക്ഷെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും. സ്റ്റിൽ ദാറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ് കാറ്റഗറിയിലുള്ളതല്ല. ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ സെൻസ് നമുക്കൊരു ലാൻഡ് വിൽക്കുകയാണെങ്കിലോ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് നമ്മൾ വിൽക്കുകയാണെങ്കിലും. പക്ഷെ ഇക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയുള്ളതിൽ നമുക്കുണ്ടെങ്കിൽ ഇക്വിറ്റി അപ് ടു 1.25 lakhs ഈസ് ടാക്സ് ഫ്രീ. ഇഫ് നമ്മളൊരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് 5 ലക്ഷം രൂപ വരെ ടാക്സ് ഫ്രീ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അത് ഒരു 10 വർഷത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ 50 ലക്ഷം രൂപ നമുക്ക് നെറ്റ് ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാം.
ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഹാർവെസ്റ്റിംഗ് വഴിയാണ്. ഹാർവെസ്റ്റിംഗ് ഇൻ ദ സെൻസ് നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉപയോഗിക്കാം. എന്തായാലും സ്പൗസിന് നമുക്ക് അക്കൗണ്ട് ഉണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിൽ കുട്ടികളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഒരു നമുക്ക് കിട്ടുന്ന ഗെയിന് പലപ്പോഴും ഇപ്പൊ നേരത്തെ ഉള്ള ഒരു ചൊല്ലാണ്, നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം നമ്മൾ ആദ്യത്തെ. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചില്ല, നമ്മുടെ 40 വർഷത്തെ ചേഞ്ചിൽ എത്ര കമ്പനികൾ ഇല്ലാതായി, എത്ര കമ്പനികൾ അതിലേക്ക് പുതുതായിട്ട് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഇവോൾവിംഗ് ഫേസിൽ ഗവൺമെന്റ് തരുന്ന എക്സംഷൻസ് നമ്മൾ എടുക്കുക. അത് 10 ലക്ഷം നമ്മൾ ഇട്ടു, അടുത്ത വർഷം അത് 11 കാലായി. ആ 11 കാലം നമ്മൾ തിരിച്ചെടുത്ത് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ടാക്സ്. So, but consult with your financial planners or people who've been advising you. അപ്പൊ ന്യൂ ടാക്സേഷൻ ഹൈലൈറ്റ്സിൽ ഇതാണ് നേരത്തെ പറഞ്ഞ് 12 ലക്ഷം വരെ ടാക്സ് ഉണ്ടാവത്തില്ല. ക്യാപിറ്റൽ ഗെയിൻസിൽ നമുക്കത് നോക്കാം. പോസ്റ്റ് ടാക്സ് ഈൽഡ് ഈസ് മച്ച് ബെറ്റർ, ബിക്കോസ് നമ്മൾ എന്ത് ടാക്സ് ഉണ്ടോ അത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു സ്പെഷ്യലൈസ്ഡ് സാധനമാണ്. പ്രോബബ്ലി അപ് ടു 60s ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ തിങ്. നിങ്ങൾ അതായത് ഇപ്പൊ നമ്മള് ട്രേഡിംഗ് ആപ്പുകളെല്ലാം മറ്റേ യൂസ് ചെയ്യുന്നവർ ആദ്യം അതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കാണിക്കുന്നതാണ് 9-ൽ 10 പേര് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തവര് കാശ് കളഞ്ഞിട്ടുണ്ട്. 92% പേർക്കും കിട്ടിയത് വളരെ നോമിനൽ എമൗണ്ട് ആണ്. 1 ലക്ഷത്തിന് താഴെ മുകളിൽ ഗെയിൻ ഉണ്ടാക്കിയവര് 1% താഴെ ഉള്ളൂ എന്നൊക്കെയാണ്. ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ട്രേഡിങ്ങിന് വേണ്ടി പോകുന്നുണ്ടാണ്. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റും. That's what I'm just doing in the last 15 years when we have been working in another company. നമുക്ക് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ഷെയർസിൽ നിന്ന് നമുക്കൊരു റെന്റൽ ഇൻകം പോലെ ക്രിയേറ്റ് ചെയ്യാം. റെന്റൽ ഇൻകം ഇൻ ദ സെൻസ് നമ്മളത് വാങ്ങിച്ച് നമ്മളൊരു ബിൽഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ ചിലതിലൊക്കെ ഒരു ലോഡ് സൈസിലുള്ള ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡൗൺ സൈഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ വെരി സ്പെഷ്യലൈസ്ഡ് വൺ. ഇഫ് എനിബഡി പിങ് മീ ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു. പിന്നെ പുതിയ ചില എമർജിങ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ലൈക്ക് 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമുക്കിപ്പം ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ മാത്രം തന്നുകൊണ്ടിരുന്ന ഒരു സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ്സ് വെഹിക്കിൾസ് അവൈലബിൾ ആണ് റെഗുലർ ഇൻകം കാറ്റഗറിയിൽ. പിന്നെ ദർ ആർ കാറ്റഗറി 2 AIFs വിച്ച് ഇസ് ബീൻ നമുക്ക് ലാർജർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പക്ഷെ ഒന്നും ചെയ്യേണ്ട, പലപ്പോഴായിട്ട് ചെയ്താൽ മതിയാവും. അതിൽ നിങ്ങൾക്ക് റെഗുലർ ഇൻകം ക്വാർട്ടർലി ബേസിസിൽ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. വേർ ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് വിൽ ബി മച്ച് ഹൈ, അറൌണ്ട് 12 to 15% പ്ലസ് tax-free yield can be get through. And another interesting thing is the REIT and InvIT. REIT എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആൻഡ് InvIT ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അതായത് ഇപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് കാണാത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ്സിന്റെ ബിൽഡിംഗ് ആയാലും സോളാറിന്റേതായാലും ഈവൻ ഗ്രിഡിന്റേതായാലും ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു റവന്യൂ ജനറേറ്റിംഗ് അസറ്റ്സുകളെ ട്രസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പബ്ലിക്കിലേക്ക് വിൽക്കുന്നതാണ്. ലൈക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ റെന്റൽ ഈൽഡ് ജനറേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഏർണിംഗ് അസറ്റ്സിനെ നമുക്കത് പാർട്ടായിട്ട് യൂണിറ്റ്സ് ആയിട്ട് വിൽക്കാൻ പറ്റും. സോ വേർ യു വിൽ ഓൾസോ കീപ് ഗെറ്റിംഗ് സം റെഗുലർ ഇൻകം. സോ ദീസ് ആർ സംതിങ് വിച്ച് ഐ ടച്ചിങ്. അപ്പോൾ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ്, ദീസ് ആർ സം ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്. ഈ പ്രൈവറ്റ് ക്രെഡിറ്റിന്റെ കൊളാറ്ററലൈസ്ഡ് അസറ്റ്സ് വഴി ചെയ്യുന്നത്. You can see around 4% plus quarterly return, absolute terms you will get, which will be 12% to the post-tax sum, and the net yield of these funds is somewhere around 21 to 23%. Okay? You should have to invest in a higher amount for a longer duration. And then also to the next generation or those who have been outside India, നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഗിഫ്റ്റ് സിറ്റി. നമ്മുടെ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് പോലെ ഗുജറാത്തിൽ ചെയ്താണ്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്നാണ് അതിന്റെ പറയുന്നത്. അവിടെ ഇന്ത്യൻസിനെ ഔട്ട് ബൗണ്ട് ചെയ്യാം, പുറത്തുള്ളവർക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടാക്സേഷൻ ദ കൺട്രി ഓഫ് ഡൊമിസിലാണ്. നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ രാജ്യത്തിലേക്കായിരിക്കും ടാക്സബിൾ ആവും. ആൻഡ് സെയിം കറൻസി യു ക്യാൻ ഡു. റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാതെ തന്നെ ഡോളറിൽ തന്നെ ചെയ്യാം. എസ്പെഷ്യലി ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഫോർ ദോസ് ഇൻ മിഡിൽ ഈസ്റ്റ്. You will get a tax-free income, and you can participate in growth of India. So this is on wealth generation. അവിടെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. AIFs ഉണ്ട്, ഓഫ്ഷോർ ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് $5,000 മുകളിലേക്ക് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ US ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നല്ലോ, ബിക്കോസ് ഗ്ലോബൽ ടെക് ജയൻസ് ആർ പാർട്ട് ഓഫ് അവർ ലൈഫ്. കാരണം വാട്സ്ആപ്പ് ഈസ് ചേഞ്ച്ഡ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയേറെ മാറ്റിയ ഒരു സാധനമാണ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ കമ്മ്യൂണിക്കേറ്റിംഗ് മെത്തേഡ് അല്ലോ. അപ്പൊ അത് മെറ്റ
is there, Google is there in our life, Microsoft is there, Amazon, Apple, ഇതൊന്നും ടച്ച് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഐ എം ജസ്റ്റ് വൈൻഡിങ് അബൌട്ട് ഹിയർ. About that, about our company, we are doing a deeply personalized wealth management solution. നേരത്തെ പറഞ്ഞ പോലെ ഒരാളിനെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതൊരു മൾട്ടി ജനറേഷണൽ ഗോൾസിലേക്ക്, കാരണം നമ്മളെല്ലാവരും ഇന്റർ കണക്റ്റഡ് വേൾഡിലാണ്. സോ ഒരു ഡിസിഷൻ നമുക്ക് മാത്രമായിട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. സോ വി നീഡ് ടു ഹാവ് ലുക്ക് ഇൻ ടു അതർ പീപ്പിൾ. സോ വിൽ ഗിവിങ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു കൊഹസീവ് വെൽത്ത് മാനേജ്മെന്റ് സൊല്യൂഷൻ. ദാറ്റ്സ് വാട്ട് അവർ എയിം. And we have two companies which we've been working. Arnus Financial Engineering is one of our advisory tool, and Safe Bridge is another company. ഒരു സുരക്ഷിതമായ ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക എന്നുള്ള രീതിയിലാണ്. That is our entity which has been based on working on this case.